സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. Diya Krishna and Vaishnav Harichandran, welcome to the show Ice Break with Veena. Thank you. ഒരു ഇൻട്രൊഡക്ഷനും വേണ്ടാത്ത രണ്ട് ആൾക്കാരായതുകൊണ്ട് ഞാൻ ഒരു ഇൻട്രോയോ ആദ്യമായിട്ടാണ് ഒരു ഇൻട്രോ പോലും പറയാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ. എന്നാലും ഒന്ന് പറഞ്ഞു ഒന്ന് തള്ളു. ഇവന് ഡാൻസ് അറിയായിരുന്നു. ഞാൻ മറ്റേ ഭരതനാട്യം കളിച്ചിട്ടുണ്ട്, ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്. പറയാറില്ല. ഭരതനാട്യം നീ മാറി വേനസ് കോളേജിലെ ഓസി പക്ഷേ ലിറ്ററേച്ചർ ആണ് പഠിച്ചത്, മറ്റേ ആള് BBMC. അല്ല അതിൽ ചെറിയൊരു തെറ്റുണ്ട്. ചെറിയൊരു തെറ്റുണ്ട്. ചെറുതല്ലൊരു വലിയൊരു തെറ്റുണ്ട് എനിക്ക്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പൂർന്ന് പറഞ്ഞ അവള് വിചാരിച്ച ചാറ്റ് കൊടുക്കുന്നതാണ്. പോവല്ലേ പോവല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. പോകണ്ടെന്ന് പറഞ്ഞപ്പോ ചാറ്റായി പോയതാണ്. എങ്ങനെ ഒരിക്കൽ കൂടെ പോണ്ടാന്ന് പറയണ. എല്ലാ ഇന്റർവെല്ലിനും ഇവരെ കാണാനായിട്ട് ഞാൻ ഇവനെ കാണാൻ വേണ്ടി എപ്പോഴും വരുമായിരുന്നു. ഇവനെയും കാണാൻ വേണ്ടി പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. കിച്ചുവിനെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴത്തേക്ക് ദിയ എന്നോട് പറഞ്ഞു, കിച്ചുവിന് ഇന്റർവ്യൂ തന്നെ ചെയ്താൽ ശരിയാവില്ല, ഇവൻ ഒരു മണ്ടനാണ്. ഇവൻ മണ്ടൻ അല്ല, വായിക്കാറിയാൻ പോലത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. അതെ, ആ തമിഴാണല്ലേ? തമിഴ് തന്നെ നല്ലൊരു ഹിറ്റ് പാട്ട് തന്നെയാണ് നോക്കി വെച്ചേക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ തമിഴുമായി മലയാളമായി ഇല്ല ഇവനൊന്നും ഹിന്ദി വായിൽ വരത്തില്ല. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. ചിലതൊക്കെ ഞാൻ തരുമല്ലോ. എന്താ തന്നത്? ഐ ഷെയർ തിങ്സ്. ഇപ്പൊ കഴിച്ചു മതിയെങ്കിൽ പൊറോട്ട തരും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയാം ഓരോ കണക്കിട്ട് ഇതൊക്കെ ഞാൻ തന്നെ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ചിരിച്ചോണ്ടൊക്കെ ഒരു പടം. അപ്പൊ ഈ നെഗറ്റീവ് ബോളീസ് ഉണ്ടല്ലോ കുറെ പേര്. ഒരു താടി വന്ന് കമന്റ് ചെയ്തേക്ക, ഓ ഇവളിപ്പോ ഒരു കോടീശ്വരനെയും പിടിച്ചങ്ങ് നടക്കുകയാണ്. ഇവരൊരു നാരങ്ങ വെള്ളം പോലും എനിക്ക് വാങ്ങിച്ചു തരാറ്. അവരിത് കണ്ട മമ്മൂട്ട ചേട്ടനായിട്ട് അഭിനയിക്കാൻ പറ്റും, കാരണം പുള്ളിക്കാരൻ ഇപ്പോഴും പ്രായം കുറവാണെന്ന്. അത് ശരിയാ പുള്ളിക്കാരി ഇപ്പൊ ലുക്ക് തന്റെ ഒക്കെ താനൊന്നും എന്റെ 7 അകലത്ത് പോലും വരത്തില്ല. അനിയനായിട്ട് അഭിനയിക്കാൻ നിൽക്കുന്നു. ഇവന് റൊമാൻറ്റിക് ഒക്കെയാണ്, പക്ഷെ എന്നാലും എന്റെ അത്രയും അവന് പൈങ്കിളിയാവാൻ പറ്റത്തില്ല. അല്ല ഇപ്പൊ ആദ്യമൊക്കെ അങ്ങനെ ആദ്യം ക്യാമറ മറക്കല്ലേ എക്സ്ക്യൂസ് മീ, സത്യം പറ, ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. കൂടുതൽ ഉപദ്രവകാരി ആരാണ്? ഇവൻ ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ചുമ്മാ തലക്കടിക്കും. ചുമ്മാ ഇരിക്കുമ്പോഴേ ഈ വൃത്തികെട്ടൊരു സ്വഭാവമാണ്, തുപ്പും. ഒരു പ്രത്യേക ജീവിതല്ലേ. ഇനി എന്നാടോ തന്നെ ഒന്ന് കാണുക. അണ്ണൻ എന്നെ കാണണം തോന്നുമ്പോ വിളിച്ചാ മതി, അപ്പ ഞാൻ പറഞ്ഞതില്ലേ. ശരി.